സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലിയോ ടോൾസ്റ്റോയ് എഴുതിയ മനോഹരമായൊരു കഥ കേൾക്കാം. മനുഷ്യർ എന്തുകൊണ്ട് ജീവിക്കുന്നു. റഷ്യയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ചെരുപ്പുകുത്തി തൻ്റെ ഭാര്യയോടും മക്കളോടുമൊത്ത് താമസിച്ചിരുന്നു. സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്ത അയാൾ ഒരു കർഷകൻ്റെ കുടിലാണ് താമസിച്ചിരുന്നത്. സമ്പാദിക്കുന്ന ചെറിയ തുക മുഴുവൻ അയാൾ കുടുംബത്തിനുള്ള ഭക്ഷണത്തിനായി ചെലവാക്കി. അയാൾക്കും ഭാര്യയ്ക്കും കൂടി തണുപ്പകറ്റാൻ ആകെ ഒരു കോട്ടയേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അവസ്ഥയാണെങ്കിലോ പരിതാപകരവും. കഴിഞ്ഞ 2 വർഷമായി ഒരു പുതിയ കോട്ടിനായി ആട്ടിൻതോൽ വാങ്ങാനുള്ള പണം സ്വരൂപിക്കാൻ തുടങ്ങിയിട്ട്. ശരത്കാലമായപ്പോഴേക്കും ഒരു ചെറിയ തുക അയാൾ ആറ്റിപ്പെറുക്കി ഉണ്ടാക്കി. അയാളുടെ ഭാര്യ ചെറിയ മരപ്പെട്ടിയിൽ സൂക്ഷിച്ച 300 റൂബിൾ നോട്ടും പിന്നെ നാട്ടുകാർ അയാൾക്ക് നൽകാനുണ്ടായിരുന്ന 5 റൂബിളും 20 കോപ്പയ്ക്കും. ഒരു ദിവസം രാവിലെ തുകൽ വാങ്ങാൻ അയാൾ ഗ്രാമത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അയാൾ ഷർട്ടിന് മുകളിലായി ഭാര്യയുടെ പരിവരുത്ത കമ്പിളിക്കുപ്പായവും അതിനു മുകളിൽ തൻ്റെ തന്നെ തുണികൊണ്ടുള്ള കോട്ടും എടുത്തണിഞ്ഞു. പ്രാതലിന് ശേഷം 300 റൂബിൾ നോട്ട് കീശയിലിട്ട് ഒരു ഊന്നുവടിയും മുറിച്ചെടുത്ത് യാത്ര പുറപ്പെട്ടു. അവർ തരാനുള്ള 5 റൂബിളും അയാൾ ചിന്തിച്ചു. കയ്യിൽ ഇപ്പോഴുള്ള 3 കൂട്ടിയാൽ ആട്ടിൻതോൽ വാങ്ങാൻ തികയും. പക്ഷേ അയാൾക്ക് ലഭിക്കാനുള്ള 5 റൂബിൾ അയാൾക്ക് കിട്ടിയില്ല. കാശു തികയാത്തതുകൊണ്ട് തുകൽ കച്ചവടക്കാരൻ തുകൽ കൊടുക്കുവാനും തയ്യാറായില്ല. ഇതെല്ലാം തന്നെ ചെരുപ്പുകുത്തിയെ വല്ലാതെ വിഷണ്ണനാക്കി. 20 കോപ്പക് വോഡ്കയ്ക്ക് ചെലവാക്കി. തുകലില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു. പക്ഷേ അല്പം വോഡ്ക അകത്ത് ചെന്നപ്പോൾ നല്ലൊരു കമ്പിളിക്കുപ്പായം പോലും ഇല്ലാതിരുന്നിട്ടും അയാൾ ആകെ ഒന്ന് ഉഷാറായി. വളവിനടുത്ത് വഴിവെക്കിലുള്ള പള്ളിക്കരികെ എത്തുന്നതുവരെ അയാൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. പള്ളിയുടെ പുറകിൽ വെളുത്തതെന്തോ അയാളുടെ കണ്ണിൽപ്പെട്ടു. സൂക്ഷിച്ചു നോക്കിയെങ്കിലും ഇരുട്ടായതിനാൽ അയാൾക്ക് എന്താണെന്ന് വ്യക്തമായില്ല. അയാൾ കുറച്ചടുത്തേക്ക് നടന്നു. ഇപ്പോൾ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. എന്തൊരത്ഭുതം! അതൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അയാൾക്ക് ജീവനുണ്ടോ മരിച്ചോ എന്നൊന്നും കാണാൻ കഴിഞ്ഞില്ല. പള്ളിയുടെ ചുമരിൽ പുറകുവശം ചാരിയിരുന്ന അയാൾ തീർത്തും നഗ്നനും ചലനമറ്റവനുമായിരുന്നു. ചെരുപ്പുകുത്തി ആകെ ഭയന്നു. അയാൾ ചിന്തിച്ചു, ആരോ ഒരു മനുഷ്യനെ കൊന്ന് നഗ്നനാക്കി കൊണ്ടു തള്ളിയതാണ്. അടുത്തേക്ക് പോയാൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളിലും ചെന്ന് ചാടും. അതുകൊണ്ട് ചെരുപ്പുകുത്തി നേരെ തൻ്റെ വഴിക്ക് തന്നെ പോയി. ആ മനുഷ്യന് നേരെ ഇനിയും നോക്കാതിരിക്കാനായി അയാൾ പള്ളിക്ക് പുറകിലൂടെ നടന്നു. അല്പനേരം നടന്ന ശേഷം അയാൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ അയാൾ അനങ്ങുന്നുണ്ടായിരുന്നു. ചെരുപ്പുകുത്തി കൂടുതൽ ഭയന്നു. അയാൾ ചിന്തിച്ചു, ഞാൻ തിരികെ പോവണോ അതോ യാത്ര തുടരണോ? തിരികെ പോയാൽ എന്തും സംഭവിക്കാം. അയാൾ ഏതുതരം മനുഷ്യനാണെന്ന് ആർക്കറിയാം. അയാളുടേത് അത്ര നല്ല അവസ്ഥയല്ലെന്നുറപ്പാണ്. കൂടാതെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അയാൾ എന്നെ കുത്തി കുടലെടുത്താലോ? എനിക്കൊന്നും ചെയ്യാനുണ്ടാവില്ല. അയാൾ എൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. അയാളെ പരിചരിച്ച് ഞാൻ എനിക്ക് തന്നെ എന്തിന് തലവേദന ഉണ്ടാക്കണം? പക്ഷേ നഗ്നനായ ഒരു മനുഷ്യനെ ഞാൻ എങ്ങനെ സഹായിക്കും? എനിക്കുള്ള അവസാനത്തെ ഷർട്ട് ഞാൻ എങ്ങനെ അയാൾക്ക് നൽകും? ദൈവമേ, സഹായിക്കൂ. ചെരുപ്പുകുത്തി അയാളുടെ നടത്തത്തിന് വേഗത കൂട്ടി. അയാൾ പള്ളി കടന്നു പോന്നപ്പോഴേക്കും അയാൾക്ക് വല്ലാത്ത മനസ്സാക്ഷിക്കുത്ത് അനുഭവപ്പെട്ടു. അയാൾ പാതി വഴിയിൽ നിന്നു. എങ്ങനെയാണ് നിനക്കിങ്ങനെ ചെയ്യാൻ കഴിയുന്നത് സെമിയോൺ? അയാൾ സ്വയം ശകാരിച്ചു. ആ മനുഷ്യൻ ഒരുപക്ഷെ ദുരിതപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാവും. അങ്ങനെ ഒരാളെ മരിക്കാൻ വിടാൻ മാത്രം ഭീരുവായി പോയല്ലോ നീ. അതോ നിന്റെ പണം മുഴുവൻ അയാൾ മോഷ്ടിക്കും എന്ന് ചിന്തിക്കാൻ മാത്രം പണക്കാരനായോ നീ? ലജ്ജയില്ലേ സെമിയോൺ? അയാൾ തിരിഞ്ഞ് വീണ്ടും ആ മനുഷ്യൻ്റെ അടുത്തേക്ക് നടന്നു. ആ ചെറുപ്പക്കാരന് തൻ്റെ കോട്ടൂരി കൊടുത്തു. എന്നിട്ട് അയാളെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. ഭർത്താവ് കോട്ടിനുള്ള തുകലുമായി വരുന്നതും കാത്തിരുന്ന ചെരുപ്പൂത്തിയുടെ ഭാര്യ കണ്ടത് അയാൾ മറ്റൊരു ദരിദ്രവാസിയെയും കൂട്ടി വരുന്നതാണ്. കയ്യിലുള്ള കാശിന് കള്ളും കുടിച്ച്
ഒരു അലവലാതിയെയും കൂട്ടി വരുന്ന ഭർത്താവിനോട് അവർക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി. വീട്ടിൽ ആകെയുള്ള ഒരു കഷ്ണം അപ്പം അവരെടുത്ത് മാറ്റിവെച്ചു. അടുത്ത 2 ദിവസമെങ്കിലും കുടുംബത്തിന് വിശപ്പടക്കാനുള്ള അപ്പമാണിത്. വഴിയിൽ കിടക്കുന്ന തണ്ടികളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാൽ അവർക്കൊന്നും വെച്ച് വിളമ്പിക്കൊടുക്കാൻ ഇവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവർ ഭർത്താവിനോട് ചൂടായി. ചെരുപ്പുകുത്തി ഒന്നും മിണ്ടിയില്ല. കൂടെ വന്ന ചെറുപ്പക്കാരനും ഒന്നും പറഞ്ഞില്ല. പക്ഷേ അപ്പോൾ ചെരുപ്പുകുത്തിയുടെ ഭാര്യയുടെ ഉള്ളിൽ ആ ചെറുപ്പക്കാരനോട് ദയ തോന്നി. ചിലപ്പോൾ അയാൾ നല്ലവനായിരിക്കും. ദിവസങ്ങളോളം അയാൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അവർ പെട്ടെന്ന് കുറച്ച് സൂപ്പുണ്ടാക്കി. അപ്പക്കഷ്ണവും സൂപ്പും അവർ വിളമ്പവേ ആ ചെറുപ്പക്കാരൻ അവരുടെ നേർക്ക് നോക്കി പുഞ്ചിരിച്ചു. മാട്രിയോണ കോട്ടിൻ്റെ തലപ്പ് തൻ്റെ മുകളിലേക്ക് വലിച്ചിട്ട് കിടന്നു. പക്ഷേ അവൾക്ക് ഉറക്കം വന്നില്ല. ആ അപരിചിതനെ മനസ്സിൽ നിന്ന് മാറ്റാനേ കഴിഞ്ഞില്ല. അവരുടെ അവസാനത്തെ കഷ്ണം റൊട്ടിയാണ് അയാൾ തിന്നതെന്നും അവർക്ക് നാളേക്ക് ഒന്നും തന്നെ ഇല്ലെന്നും അവൾ അയാൾക്ക് ഷർട്ടും കാലുറകളും നൽകിയതും ഓർത്തപ്പോൾ അവൾ വല്ലാതെ വിഷണ്ണയായി. പക്ഷേ അയാളുടെ പുഞ്ചിരി ഓർമ്മയിലെത്തിയപ്പോൾ അവളുടെ ഹൃദയം തുള്ളിച്ചാടി. അടുത്ത ദിവസം സെമിയോൺ ഉണർന്നപ്പോൾ കുട്ടികൾ ഉറങ്ങുകയായിരുന്നു. അയാളുടെ ഭാര്യ അല്പം റൊട്ടി കടം വാങ്ങാനായി അടുത്ത വീട്ടിലേക്ക് പോയിരുന്നു. പഴയ കാലുറകളും ഷർട്ടും ധരിച്ച് പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതൻ മാത്രം ബെഞ്ചിന് മുകളിലിരിക്കുന്നു. തലേന്ന് വൈകുന്നേരത്തേക്കാൾ അയാളുടെ മുഖം തെളിഞ്ഞിരുന്നു. സെമിയോൺ പറഞ്ഞു, സുഹൃത്തെ, വയറിന് ആഹാരവും ശരീരത്തിന് വസ്ത്രവും വേണം. നാമെല്ലാം ജീവിക്കാനുള്ളത് സമ്പാദിക്കണം. എന്തുതരം ജോലിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക? എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സെമിയോൺ ആശ്ചര്യത്തോടെ മറുപടി പറഞ്ഞു. മനസ്സുണ്ടെങ്കിൽ ഒരാൾക്ക് എന്തും പഠിക്കാം. അതെ, മനുഷ്യർ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു. അതുകൊണ്ട് ഞാനും ജോലി ചെയ്യും. നിങ്ങളുടെ പേരെന്താണ്? മിഖായേൽ. മിഖായേൽ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഞങ്ങളോട് പറയേണ്ട എന്നാണെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിനിഷ്ഠമായ കാര്യമാണ്. പക്ഷേ നാം ജീവിതമാർഗം കണ്ടെത്തണം. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ളതുണ്ടാവും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിക്കും. എന്തു ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയണമെന്ന് മാത്രം. സെമിയോൺ ഒരു കഷ്ണം നൂലെടുത്ത് തൻ്റെ വിരലിൽ ചുറ്റി മുറുക്കി. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നോക്ക്. മിഖായേൽ ശ്രദ്ധിച്ചു നോക്കി. അയാൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ സൂത്രം മനസ്സിലായി. സെമിയോൺ ചെയ്ത പോലെ നൂല് കെട്ടാനും മുറുക്കാനും തുടങ്ങി. എങ്ങനെയാണ് ഇത് മിനുക്കേണ്ടതെന്ന് സെമിയോൺ കാണിച്ചു കൊടുത്തു. മിഖായേലിനെ മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് എങ്ങനെയാണ് അത് വലിച്ചെടുക്കേണ്ടതെന്നും തുന്നേണ്ടതെന്നും അയാൾ കാണിച്ചു കൊടുത്തു. വീണ്ടും മിഖായേലിനെ പെട്ടെന്ന് മനസ്സിലായി. സെമിയോൺ എന്തെല്ലാം കാണിച്ചു കൊടുത്തോ അതെല്ലാം അയാൾ പെട്ടെന്ന് മനഃപ്പാഠമാക്കി. 3 ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ മുഴുവൻ അയാൾ ഷൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന രീതിയിലാണ് അയാൾ ജോലി ചെയ്തത്. അയാൾ യാതൊരു തളർച്ചയുമില്ലാതെ ജോലി ചെയ്യുകയും വളരെ കുറച്ച് മാത്രം ഭക്ഷിക്കുകയും ചെയ്തു. ഒരു ജോലി കഴിഞ്ഞാൽ ഒരു നിമിഷത്തേക്ക് ഒന്ന് നിർത്തും. എന്നിട്ട് തലയുയർത്തി നോക്കും. അയാൾ ഒരിക്കലും പുറത്തു പോയില്ല. സംസാരിക്കേണ്ടപ്പോൾ മാത്രം സംസാരിച്ചു. ഒരിക്കലും നേരമ്പോക്ക് പറയുകയോ ചിരിക്കുകയോ ചെയ്തില്ല. വാസ്തവത്തിൽ അവർ അയാളെ ചിരിച്ചു കണ്ടത് ആദ്യ ദിവസം വൈകുന്നേരം മാട്രിയോണ അയാൾക്ക് അത്താഴം നൽകിയപ്പോഴാണ്. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. 1 വർഷം കഴിഞ്ഞുപോയി. മിഖായേൽ ഇപ്പോഴും സെമിയോണിൻ്റെ കൂടെ ജീവിക്കുകയും അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുകയും ചെയ്തു. സെമിയോണിൻ്റെ പുതിയ ജോലിക്കാരൻ മറ്റാരേക്കാളും നന്നായി നല്ല ബലവത്തായ ബൂട്ട്സ് ഉണ്ടാക്കുമെന്ന വാർത്ത നാട്ടിൽ പരന്നു. ജില്ലയിൽ പല ഭാഗത്തു നിന്നും പുതിയ ചെരുപ്പുകൾ ഉണ്ടാക്കാൻ ആളുകൾ സെമിയോണിൻ്റെ അടുത്തെത്തി. അയാൾ അഭിവൃദ്ധിപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പുറത്ത് കുതിരകൾ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് ചെരുപ്പുകുത്തി പുറത്തിറങ്ങി. കുതിരവണ്ടിയിൽ നിന്ന് പ്രഭുവിനെ പോലെ തോന്നിക്കുന്ന ഒരാൾ പുറത്തിറങ്ങി. അയാളുടെ പിന്നാലെ ഒരു പൊതിയുമായി ഭൃത്യനും. ഭൃത്യൻ പൊതിയഴിച്ച് ചെരുപ്പുകുത്തിക്ക് മുന്നിൽ വെച്ചു. 20 റൂബിൾ വിലയുള്ള തുകലാണിത്. ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്നത്. ഇതുകൊണ്ട് എൻ്റെ കാലുകൾക്ക് പറ്റിയ മനോഹരമായ ബൂട്ടുകൾ പണിയണം. എന്തെങ്കിലും പാകപ്പിഴയുണ്ടായാൽ നിന്റെ ശിഷ്ടജീവിതം ജയിലിലായിരിക്കും. പ്രഭു അട്ടഹസിച്ചു. ചെരുപ്പുകുത്തി പേടിച്ചു വിറച്ച് ചെറുപ്പക്കാരനെ വിളിച്ചു. ചെറുപ്പക്കാരൻ പ്രഭുവിന് മുന്നിൽ വന്നു നിന്ന്
കാലിൻ്റെ അളവെടുക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ പ്രഭുവിൻ്റെ പിന്നിലേക്ക് നോക്കി. അവിടെ നിൽക്കുന്ന വേറെ ആരെയോ അയാൾ സസൂക്ഷ്മം നോക്കുന്നത് പോലെയാണ് ചെരുപ്പുകുത്തിക്ക് തോന്നിയത്. പൊടുന്നനെ ചെറുപ്പക്കാരൻ പ്രഭുവിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ബൂട്ടുകൾ നന്നായില്ലെങ്കിൽ നിന്റെ ഈ ചിരി പിന്നെ ഉണ്ടാവില്ല. പ്രഭു ഒന്നുകൂടി അട്ടഹസിച്ചിട്ട് കുതിരവണ്ടിയിൽ കയറിപ്പോയി. വിശേഷപ്പെട്ട തുകൽ ചെറുപ്പക്കാരൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയ ചെരുപ്പുകുത്തി ഞെട്ടിപ്പോയി. ബൂട്ടുണ്ടാക്കുന്നതിന് പകരം സാധാരണ ചെരുപ്പുകളാണ് ചെറുപ്പക്കാരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രഭു ബൂട്ട് വാങ്ങാൻ വരുന്നതോടെ തൻ്റെ കഥ കഴിഞ്ഞെന്ന് ചെരുപ്പുകുത്തി തീർച്ചയാക്കി. നീ എന്തു പണിയാണ് ഈ ചെയ്തതെന്ന് ചെരുപ്പുകുത്തി ചോദിച്ചപ്പോൾ മിഖായേൽ ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിൽക്കൽ ആരോ മുട്ടുന്നത് പോലെ തോന്നി. ചെരുപ്പുകുത്തി വാതിൽ തുറന്നു. മുന്നിൽ പ്രഭുവിൻ്റെ ഭൃത്യൻ. യജമാനത്തി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രഭുവിന് ഇനി ബൂട്ടുകൾ ആവശ്യമില്ല. ഇവിടെ നിന്നും പോകുന്ന വഴി അദ്ദേഹം മരിച്ചുപോയി. ഇനിയിപ്പോൾ മരിച്ചവർ ധരിക്കുന്ന സാധാരണ ചെരുപ്പ് മാത്രം മതി. ചെരുപ്പുകുത്തി മിഖായേലിനെ അതിശയത്തോടെ നോക്കി. അയാൾ ആ ചെരുപ്പുകൾ പൊതിഞ്ഞെടുത്ത് ഭൃത്യന് കൈമാറി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയും 2 പെൺകുട്ടികളും ചെരുപ്പുകുത്തിയെ തേടി വന്നു. ഇരട്ടക്കുട്ടികൾ. ഒരു പെൺകുട്ടിയുടെ കാലിന് ചെറിയ മുടന്തുണ്ട്. മകളുടെ കാലിന് എന്തു പറ്റിയെന്ന് ചെരുപ്പുകുത്തി സ്ത്രീയോട് ചോദിച്ചു. എൻ്റെ മക്കളല്ല ഇവർ, പക്ഷേ ഇവരെ ഞാനാണ് വളർത്തുന്നത്. ഇവർ എനിക്ക് മക്കളെപ്പോലെ തന്നെയാണ്, സ്ത്രീ പറഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാരൻ അത്യധികം ശ്രദ്ധയോടെ ആ കുട്ടികളെ നോക്കി. ചെരുപ്പുകുത്തി നോക്കുമ്പോൾ ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുന്നു. തൻ്റെ വീടിനടുത്തുള്ള ഒരു കുടുംബത്തിലേതാണ് ഈ കുട്ടികളെന്നും കുട്ടികളുടെ അമ്മയും പിതാവും മരിച്ചത് കാരണം താനാണ് ഈ കുട്ടികളെ വളർത്തുന്നതെന്നും സ്ത്രീ പറഞ്ഞു. മിഖായേൽ കുട്ടികളുടെ കാലിൻ്റെ അളവെടുത്തു. കുട്ടികളും സ്ത്രീയും തിരിച്ചുപോയി. അടുത്ത ദിവസം മിഖായേൽ ചെരുപ്പുകുത്തിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദൈവം എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ തിരിച്ചു പോവുകയാണ്. ചെരുപ്പുകുത്തി പറഞ്ഞു, നിങ്ങൾ സാധാരണക്കാരനല്ലെന്ന് എനിക്കറിയാം. നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താനാവില്ലെന്നും എനിക്കറിയാം. പക്ഷേ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഉപകാരമാവുമായിരുന്നു. ഇവിടെ വന്ന ശേഷം 3 തവണയേ നിങ്ങൾ ചിരിച്ചിട്ടുള്ളൂ. ഭക്ഷണം വിളമ്പി തന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ നേർക്ക് നോക്കി നിങ്ങൾ ആദ്യം ചിരിച്ചു. രണ്ടാമത് നിങ്ങൾ ചിരിച്ചത് ആ പ്രഭു വന്നപ്പോഴാണ്. ആ സ്ത്രീയും കുട്ടികളും വന്നപ്പോൾ നിങ്ങൾ 3-ാം വട്ടം ചിരിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിച്ചത്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ സാധാരണക്കാരനല്ല, ചെറുപ്പക്കാരൻ പറഞ്ഞു. ഞാൻ ഒരു മാലാഖയാണ്. ഒരു ദിവസം ദൈവം എന്നോട് ഭൂമിയിൽ പോയി ഒരു സ്ത്രീയുടെ ആത്മാവ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ സ്ത്രീയുടെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. അവർ പ്രസവിച്ചിട്ട് അധികം സമയമായിട്ടുണ്ടായിരുന്നില്ല. 2 പെൺകുഞ്ഞുങ്ങൾ. എന്നെ കണ്ടപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി. തൻ്റെ ജീവൻ എടുക്കരുതെന്നും 2 ദിവസം മുമ്പാണ് തൻ്റെ ഭർത്താവ് മരിച്ചതെന്നും ഇപ്പോൾ താൻ കൂടി മരിച്ചാൽ ഈ കുട്ടികൾക്ക് വേറെ ആരും ഉണ്ടാവില്ലെന്നും പറഞ്ഞ് അവർ കരഞ്ഞു. അവരുടെ കരച്ചിൽ കേട്ട് ഞാൻ തിരിച്ചുപോയി. സ്ത്രീയുടെ ജീവൻ എടുക്കാതെ വന്നതിന് ദൈവം എന്നെ ശാസിച്ചു. തിരിച്ചുപോയി അവരുടെ ജീവൻ എടുത്തിട്ട് വരാൻ ദൈവം പറഞ്ഞു. എന്നിട്ട് ദൈവം ഒരു കാര്യം കൂടി പറഞ്ഞു. മനുഷ്യർ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നീ മനസ്സിലാക്കണം. അതിന് നീ കുറച്ചുനാൾ ഭൂമിയിൽ താമസിക്കണം. ഞാൻ ഭൂമിയിലേക്ക് പോയി ആ സ്ത്രീയുടെ ജീവനെടുത്തു. പക്ഷേ അവരുടെ ജീവനുമായി തിരിച്ചു പറക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും അവരുടെ ആത്മാവ് തനിയെ മുകളിലേക്ക് പോയി. ആരോ തള്ളിയിട്ടതുപോലെ ഞാൻ നിങ്ങളുടെ വീടിനടുത്തുള്ള കപ്പേലയുടെ മുന്നിൽ വന്നു വീഴുകയും ചെയ്തു. അവിടെ ഞാൻ കിടക്കുമ്പോൾ നിങ്ങൾ ദയ തോന്നി എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ നിങ്ങളുടെ ഭാര്യ ആദ്യം വഴക്ക് പറഞ്ഞെങ്കിലും ദയ തോന്നി ഭക്ഷണം തന്നു. മനുഷ്യർ ജീവിക്കുന്നതിൻ്റെ ഒരു കാരണം ദയ ആണെന്ന് ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ആ തിരിച്ചറിവിലാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചത്. പിന്നെ ഞാൻ ചിരിച്ചത് പ്രഭു വന്നപ്പോഴാണ്. പ്രഭു നിങ്ങളോട് അട്ടഹസിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അയാളുടെ പിന്നിലുണ്ടായിരുന്ന മരണത്തിൻ്റെ മാലാഖയെയാണ്. പ്രഭു മരിക്കാൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അയാൾക്ക് ശരിക്കും വേണ്ടിവരിക ബൂട്ടുകളല്ലെന്നും മരിക്കുന്നവർ ഇടുന്ന ചെരുപ്പുകളാണെന്നും എനിക്ക് പിടികിട്ടി. പക്ഷേ അപ്പോഴും
പ്രഭു ബൂട്ടുകളെക്കുറിച്ച് ഒച്ചവയ്ക്കുകയായിരുന്നു. മനുഷ്യർക്ക് അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണെന്ന് അറിയില്ലെന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും അവർ ബഹളം വയ്ക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. മൂന്നാമത് ഞാൻ ചിരിച്ചത് ആ പെൺകുട്ടികളെ കണ്ടപ്പോഴാണ്. ഇവരുടെ അമ്മയുടെ ജീവനാണ് ഞാൻ എടുത്തത്. ആ സ്ത്രീ മരിച്ചെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെ തൊട്ടടുത്തുള്ള വീട്ടിലെ സ്ത്രീ എടുത്തു വളർത്തി. അവർക്ക് ഈ കുഞ്ഞുങ്ങളോട് കരുണയും സ്നേഹവും ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ മരിക്കാതിരുന്നത്. ഒരാൾ മരിക്കുന്നതുകൊണ്ട് ലോകം അവസാനിക്കുന്നില്ലെന്നും ഈ ലോകത്ത് സ്നേഹമുള്ളിടത്തോളം കാലം മനുഷ്യർ ജീവിക്കുമെന്നുമാണ് ദൈവം എന്നെ പഠിപ്പിച്ചത്. സ്നേഹമാണ് ആത്യന്തികമായി ഭൂമിയിൽ മനുഷ്യജീവിതം സാധ്യമാക്കുന്നത്. ഇതും പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ മാലാഖയുടെ രൂപം പൂണ്ട് സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി.